so sweet, the moment's bold, a story waiting to be told. Lantern dreams, floating free on the water, just you and me. Coconut boats, a glowing stream, Vietnam nights, they light the dream. The end shines, a city alive, lanterns burn like stars in the sky. We let one go, watched it drift, a simple wish, a gentle gift. എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്തസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിയറ്റ്നാമിലെ 4ാമത്തെ ദിവസമാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ദനാങ്ങിലാണ്. ഇന്നലെ ബാന ഹിൽസ് മുഴുവൻ നടന്നു കണ്ടതിൻ്റെ ക്ഷീണമുണ്ട് ഇന്ന്. അതുകൊണ്ട് ഇന്ന് ഇച്ചിരി റെസ്റ്റ് എടുത്ത് കാഴ്ചകൾ കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ദനാങ് നഗരത്തിൻ്റെ ഒരു ഫേമസ് ടൂറിസ്റ്റ് പോയിന്റായ ലേഡി ബുദ്ധ കാണാൻ വേണ്ടിയാണ്. ഈസ്റ്റ് വിയറ്റ്നാമിസ് കടലിന്റെ തീരത്തോട് ചേർന്നാണ് ലേഡി ബുദ്ധ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത്. മലയുടെ മുകളിൽ കാണുന്ന ആ പ്രതിമയാണ് ലേഡി ബുദ്ധ. 67 മീറ്റർ ഉയരമുള്ള ഈ ലേഡി ബുദ്ധ സമുദ്രത്തെ സംരക്ഷിക്കുന്ന ദേവതയായി കരുതപ്പെടുന്നു. ഇതാണ് ലേഡി ബുദ്ധ കാണാനുള്ള എൻട്രൻസ്. നല്ല വെയിലും ഹ്യൂമിഡിറ്റിയും ഉണ്ട്. ധാരാളം മരങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിലുള്ള ഒരു ബുദ്ധക്ഷേത്രമാണ് ഇത്. ഇവിടെ ധാരാളം ബോൺസായി ചെടികൾ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. ഈ കാണുന്ന മനോഹരമായ ഗോപുരം കടന്നു വേണം ലേഡി ബുദ്ധയുടെ അടുത്തെത്താൻ. ഇവിടെ നിന്നും വിയറ്റ്നാമീസ് കടലിന്റെ മനോഹരമായ ദൃശ്യം കാണാൻ സാധിക്കും. അങ്ങനെ പടികളിറങ്ങി ഞങ്ങൾ ലേഡി ബുദ്ധയുടെ അടുത്തെത്തി. 67 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമയാണ് വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമ. 35 മീറ്റർ വീതിയുള്ള താമരയുടെ മുകളിലാണ് ലേഡി ബുദ്ധയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ പ്രതിമയുടെ അകത്ത് 17 നിലകളുണ്ട്. ഓരോ നിലയിലും വ്യത്യസ്ത ബുദ്ധ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാൽ മീഖെ ബീച്ചും ദനാങ് നഗരവും മാർബിൾ മൗണ്ടെയിൻസും കാണാൻ സാധിക്കും. പോകുന്ന വഴിയിൽ കുറച്ച് കുരങ്ങന്മാരെ കണ്ടു. പേപ്പർ കൊണ്ട് നിർമ്മിച്ച കാറ്റാടികളാണിവ. ഇവിടെ ധാരാളം ഫോട്ടോ സ്പോട്ടുകൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. ചെറിയ ഒരു കുടിലും കിണറും കാണാം. ഇതാണ് ലിങ് ഉങ് പഗോഡ. ഇതിനുള്ളിൽ വേറെയും കുറച്ച് ബുദ്ധക്ഷേത്രങ്ങൾ ഉണ്ട്. ഇത് മാർബിളിൽ തീർത്ത ഒരു ബുദ്ധപ്രതിമയാണ്. ഇവിടെ ധാരാളം മാർബിളിൽ തീർത്ത പ്രതിമകളും കാണാം.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി റൂമിലേക്കാണ് പോകുന്നത്. കുറച്ച് റെസ്റ്റ് എടുത്ത് ഉച്ച കഴിഞ്ഞ് ഹൊയാൻ പോകാനാണ് പ്ലാൻ. റെസ്റ്റ് ഒക്കെ എടുത്ത് ഇപ്പോൾ ഹൊയാനിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ ഇന്നലെ ബാനാ ഹിൽസ് പോയ അതേ ടാക്സിയാണ്. ഗ്രാബിലും കുറഞ്ഞ റേറ്റിനാണ് പുള്ളിക്കാരൻ കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിയിൽ ധാരാളം മാർബിൾ ശില്പങ്ങൾ വിൽക്കുന്ന കടകളും കാണാം. ചെറുതും വലുതുമായ ഒട്ടേറെ ഭംഗിയുള്ള ശില്പങ്ങൾ ഇവിടെ കാണാം. പോകുന്ന വഴിയിലാണ് കോക്കനട്ട് ഫോറസ്റ്റിലൂടെയുള്ള ബോട്ട് റൈഡ് ചെയ്യുന്ന സ്ഥലം. ഞങ്ങൾ അവിടെ ഇറങ്ങി. ഹൊയാനിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കോക്കനട്ട് ബോട്ട് റൈഡ്. കാംതാൻ കോക്കനട്ട് വില്ലേജിലാണ് ഈ ബോട്ട് റൈഡ് ഉള്ളത്. കുട്ടികളെ ബോട്ടിൽ കയറ്റുമോ എന്ന സംശയത്തോടെയാണ് അകത്തേക്ക് നടന്നത്. ഉള്ളിൽ കണ്ട കൗണ്ടറിൽ ചെന്ന് ചോദിച്ചപ്പോൾ കുട്ടികളെ കൊണ്ടുപോകാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 4 ലക്ഷം VNDക്ക് ഒരു ബോട്ട് ബുക്ക് ചെയ്തു. മുള കൊണ്ട് നിർമ്മിച്ച വട്ടത്തിലുള്ള വള്ളങ്ങളാണിത്. ഞങ്ങൾ ബോട്ടിൽ കയറി യാത്ര തുടങ്ങി. അവർ ഞങ്ങൾക്ക് ധരിക്കാൻ തൊപ്പിയും തന്നു. വൈകിട്ടായതിനാൽ വെയിലുണ്ടെങ്കിലും വലിയ ചൂടുണ്ടായിരുന്നില്ല. ഋതുക്കുട്ടി ബോട്ടിൽ അടങ്ങിയിരിക്കുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. കാരണം ആൾക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കാഴ്ചകളൊക്കെ കണ്ട് അടങ്ങിയിരുന്നു. അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ നമുക്ക് ഈ ബോട്ടിൽ യാത്ര ചെയ്യാം. പോകുന്ന വഴിയിൽ ധാരാളം തെങ്ങുകൾ കാണാം. ഇത് സാധാരണ തെങ്ങല്ല, വാട്ടർ കോക്കനട്ട് എന്നാണ് ഇതിനെ വിളിക്കുക. ഇവ സാധാരണ തെങ്ങ് പോലെ ഉയരത്തിൽ വളരുകയില്ല. നദീതീരങ്ങളിലാണ് ഇവ വളരുന്നത്. ഈ കാണുന്നതാണ് വാട്ടർ കോക്കനട്ട്. സാധാരണ തേങ്ങയിൽ നിന്നും വ്യത്യസ്തമാണിത്. പോകുന്ന വഴിയിൽ വേണമെങ്കിൽ ബോട്ട്മാനോട് പറഞ്ഞാൽ ഇതുപോലെ വട്ടത്തിൽ കറക്കും. അതിന് കുറച്ച് പൈസ ബോട്ട്കാരന് നൽകിയാൽ മതി. ഋതുക്കുട്ടി ഉള്ളത് കൊണ്ട് ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. അതുമാത്രമല്ല കേട്ടോ, ഡ്രസ്സ് നനയാനും ചാൻസ് ഉണ്ട്. പോകുന്ന വഴിയിൽ സ്റ്റേജ് കെട്ടി ആരോ പാട്ട് പാടുന്നുണ്ട്. പോകുന്ന വഴിയിൽ ഒരു ഫോട്ടോഗ്രാഫർ ഇരിക്കുന്നുണ്ടാവും. അയാൾ നമ്മളുടെ ഫോട്ടോ എടുത്തു വെക്കും. തിരിച്ചു വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ 1,50,000 VNDക്ക് അതിന്റെ പ്രിന്റ് വാങ്ങാൻ സാധിക്കും. ഒരെണ്ണം ഞങ്ങളും വാങ്ങി. അവിടെ നിന്നിറങ്ങി. ഇനി വെറും 5 കിലോമീറ്റർ കൂടി പോയാൽ നമ്മൾ ഹൊയാൻ ഓൾഡ് ടൗണിൽ എത്തും. അവിടേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ ധാരാളം ലാൻഡേൺസ് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഓൾഡ് ടൗണിൽ എത്തി. പോകുന്ന വഴിയിലുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ചായ കുടിക്കാൻ ഒരു മോഹം. ചായയും സമൂസയും കഴിച്ചിറങ്ങി. ഇവിടെ മിക്കയിടങ്ങളിലും ലാൻഡേൺ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കാണാം. ഇത് ഹൊയാനിലെ പ്രധാന മാർക്കറ്റാണ്. ചുമ്മാ കറങ്ങി നടന്ന് കുറച്ച് സാധനങ്ങൾ ഞങ്ങളും വാങ്ങി. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഇവിടുത്തെ ലാൻഡേൺ കടകൾ. ഈ കടകൾ കാണാൻ വളരെ ഭംഗിയാണ്. ലാൻഡേൺ സിറ്റി എന്നാണ് ഹൊയാൻ അറിയപ്പെടുന്നത്. വിവിധ തരത്തിലും നിറത്തിലും വലിപ്പത്തിലുമുള്ള ലാൻഡേൺസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആളുകൾ ഈ കടകളിൽ വന്ന് ഫോട്ടോഷൂട്ട് വരെ നടത്താറുണ്ട്.
ഇനി ഞങ്ങൾ ലാൻറ്റേൺ ബോട്ട് റൈഡ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഹൊയാൻ ഓൾഡ് ടൗണിലെ ടൂബോൺ നദിയിലാണ് ലാൻറ്റേൺ ബോട്ട് റൈഡ് നടക്കുന്നത്. ഒരു ബോട്ടിന് 1,70,000 VND ആണ് ചാർജ്. 20 മിനിറ്റാണ് ബോട്ട് റൈഡ്. ടിക്കറ്റ് വാങ്ങി അവർ കാണിച്ച സ്ഥലത്തേക്ക് നടന്നു. ലാൻറ്റേൺ കത്തിച്ച ബോട്ടുകൾ കൊണ്ട് നദി നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ബോട്ടും വന്നു. ഈ ബോട്ട് യാത്രയിൽ നമുക്ക് പേപ്പർ ലാൻറ്റേൺ കത്തിച്ച് നദിയിൽ ഒഴുക്കാം. ഒരു ലാൻറ്റേണിന് 30,000 VND ആണ്. ബോട്ടിലിരുന്നാൽ ചുറ്റിനും പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കും. പോകുന്ന വഴിയിൽ ചെറിയൊരു പാലമുണ്ട്. ജാപ്പനീസ് കവേർഡ് ബ്രിഡ്ജ് എന്നാണ് അത് അറിയപ്പെടുന്നത്. കുറച്ചു ദൂരം ചെന്നപ്പോൾ ബോട്ട്മാൻ ലാൻറ്റേൺ കത്തിച്ച് തന്നു. ഞങ്ങൾ 3 പേരും അത് നദിയിൽ ഒഴുക്കി. ഹൊയാനിൽ വരുന്നവർ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ ഇത്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ 20 മിനിറ്റ് യാത്രയ്ക്കു ശേഷം തിരിച്ച് കരയിലെത്തി. നദിയുടെ ഇരുവശങ്ങളിലും ധാരാളം കടകളുണ്ട്. ഇവിടുത്തെ പ്രധാന ഡ്രിങ്ക് ആണ് ഗ്രീൻ ടീ. പല ഫ്ലേവറിലുള്ള ഗ്രീൻ ടീ ഇവിടെ കിട്ടും. ഒരെണ്ണം ഞങ്ങളും വാങ്ങി. പീച്ച് ഫ്ലേവറിലുള്ള ഗ്രീൻ ടീ ആണ് ഞങ്ങൾ വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആരൊക്കെയോ ഇവിടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം നടന്ന് കാഴ്ചകൾ കണ്ട് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. 1 മണിക്കൂറിനുള്ളിൽ റൂമിലെത്തി. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് അടുത്ത് തന്നെയാണ് ബീച്ചെങ്കിലും ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. തന്നെയുമല്ല, ഇന്ന് ദനാങ്ങിലെ അവസാന ദിവസം കൂടിയാണ്. അതുകൊണ്ട് ബീച്ചിൽ പോവാമെന്ന് തീരുമാനിച്ചു. മീഖെ ബീച്ചാണിത്. ഇവിടെ ആളുകൾക്ക് നടക്കുന്നതിന് വേണ്ടി വാക്വേയും അതിൻ്റെ ഇരുവശങ്ങളിലും തെങ്ങുകളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ധാരാളം ചെറിയ കടകളും ബാറുകളും ഇവിടെ ഉണ്ട്. അവിടെ ഒരു തട്ടുകടയിൽ കണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങി. പ്രോൺസും ചിക്കനും കാടമുട്ടയും അങ്ങനെ കമ്പിൽ കുത്തി വറുത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ.
രാത്രി ആയതുകൊണ്ട് ബീച്ച് ശാന്തമാണ്. അവിടെ കണ്ട റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണവും കഴിച്ച് റൂമിലേക്ക് പോയി. ഹൊയാനിൽ നിന്ന് അടുത്തത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അടുത്ത വീഡിയോയിൽ പറയാട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.